അങ്ങനെ നമ്മുടെ കാത്തിരുന്ന DJI Osmo Action 4ന്റെ അഡ്വഞ്ചർ കോംബോയുടെ പാക്കറ്റ് നമ്മുടെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഭവം. ഇവിടെ DJI എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്താലേ വായിക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ടിൽ DJI Osmoയുടെ ക്യാമറയും അതിൻ്റെ കൂടെ വാറണ്ടിയുടെ ഒരു സ്റ്റിക്കറാണ്, ഒരു സ്റ്റാമ്പ് പോലെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് സ്റ്റാമ്പാണെന്നുള്ളത്. ഇത് ആക്ച്വലി ഒരു വാറണ്ടിയുടെ ഒരു സ്റ്റിക്കറാണ്. സർവീസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല രസമായിട്ടുള്ളത്. ഇത് കാണുമ്പോൾ പഴയ VCRൻ്റെ നമ്മുടെ കാസറ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ടു. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഈ കവറിൽ തന്നെയാണ് ഈ സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒരു ബാർകോഡാണ്. DJI Osmo Action 4 അഡ്വഞ്ചർ കോംബോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചർ നമ്മൾ മേടിച്ച കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇത് വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. നമ്മൾ ആമസോൺ വഴിയാണ് ഇത് ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. 1.3 ഇഞ്ചിൻ്റെ സെൻസറാണ് അതിനകത്ത് വരുന്നത്. ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആണ് നമ്മുടെ GoPro 12 കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ Action 4 തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ നമുക്ക് 10 ബിറ്റ് D-Log M ഫയൽസ് നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. 2.5 hours ആണ് ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് പറയുന്നത്. അതും ഞാൻ GoPro 12 കമ്പയർ ചെയ്തപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വെർട്ടിക്കലായിട്ടും ഹൊറൈസോണലായിട്ടും നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റിക് മൗണ്ടിങ് ആണ് വരുന്നത്. ക്വിക്ക് റിലീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ക്വിക്ക് റിലീസ് ആൻഡ് നേറ്റീവ് വെർട്ടിക്കൽ വീഡിയോ എന്നുള്ളത്. പിന്നെ 360 ഡിഗ്രി ഹൊറൈസൺ സ്റ്റഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 360 ഡിഗ്രി തിരിച്ചാൽ പോലും ഹൊറൈസൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റെബിലിറ്റി ആണ് അതിനകത്ത് പറയുന്നത്. പിന്നെ വാട്ടർ പ്രൂഫ് അപ് ടു 18 meters ആണ് പറയുന്നത് വാട്ടർ പ്രൂഫ്. പിന്നെ ഡുവൽ ടച്ച് സ്ക്രീനാണ്, ഫ്രണ്ടിലും ബാക്കിലും ടച്ച് സ്ക്രീൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബോക്സിനകത്തുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് Osmo Action 4 ഡിവൈസ് ആണ്. പിന്നെ എക്സ്ട്രീം ബാറ്ററി 3 ബാറ്ററി ഉണ്ട്, പ്ലസ് ബാറ്ററി കേസ് വരുന്നുണ്ട്. ഇവിടെ 1.5 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ കോഡ് വരുന്നുണ്ട്. ലോക്കിംഗ് സ്ക്രൂ, പ്രൊട്ടക്റ്റീവ് ഫ്രെയിംസ്, ഒരു ഷീൽഡ് വരുന്നുണ്ട്. കർവ്ഡ് അഡ്ഹസീവ് ബേസ് വരുന്നുണ്ട്. അഡാപ്റ്റർ മൗണ്ട്, പിന്നെ അഡാപ്റ്റർ മൗണ്ട് 2 എണ്ണം വരുന്നുണ്ട്. ചെറുതും വരുന്നുണ്ട്, വലുതും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കേബിൾ, C ടൈപ്പ് കണക്ഷൻ കേബിളും വരുന്നുണ്ട്. ഇതിപ്പം അഡ്വഞ്ചർ കോംബോ ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോംബോ ഉണ്ട്, അഡ്വഞ്ചർ കോംബോ ഉണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് കോംബോ എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ 2 ബാറ്ററി കേസും പിന്നെ ഈ പറഞ്ഞ 1.5 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ റോഡുമാണ് സ്റ്റാൻഡേർഡ് കോംബോയുമായിട്ട് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ലോങ് പ്രോഗ്രാംസ് ഒക്കെ ഷൂട്ടൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഈ പറഞ്ഞ അഡ്വഞ്ചർ പാക്കേജ് തന്നെയാണ്. നമുക്ക് ഇടയ്ക്ക് ബാറ്ററി റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററി കേസ് വരുന്നുണ്ട്. 1 ടൈം നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി മാത്രം മാറിയാൽ മതി. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ അഡ്വഞ്ചർ കോംബോ തന്നെ ഓർഡർ ചെയ്തത്. ഇനി നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ 2 ബോക്സ് അതിനകത്ത് തന്നെ ഉണ്ട്. ഒന്ന് Osmo Action 4, 2 ആക്സസറീസ്. നമുക്ക് ആദ്യം ആക്സസറീസ് എടുക്കാം. പെട്ടെന്ന് എടുക്കുക. റിലീസ് ചെയ്യാനും ഒരു ചെറിയൊരു ത്രെഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിത് ഈ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കാം. ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് കേബിളാണ്. പിന്നെ ഉള്ളത് ഒരു മൗണ്ടാണ്. ഇത് ബാറ്ററി കേസാണ്. ഇതിനകത്ത് ബാറ്ററി ഉണ്ടാവും. ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ബാറ്ററി കേസാണ്. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ബാറ്ററിയുടെ ചാർജസ് നമുക്ക് അറിയാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ത്രെഡ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ കോംബോയുടെ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള സംഭവം എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സംഭവം തന്നെയാണ്. കാരണം ബാറ്ററി നമ്മളെപ്പോഴും ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് 3 ബാറ്ററി ഒറ്റ സ്ട്രെച്ചിൽ തന്നെ യൂസ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നമുക്ക് എവിടെയെങ്കിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ബാറ്ററി നമുക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ തന്നെ ഒരു C ടൈപ്പ് പോർട്ടബിൾ കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് കേബിളാണ് നമുക്ക് ചാർജിങ്ങിന് യൂസ് ചെയ്യുന്നത്. കേബിളും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് അഡാപ്റ്റർ മൗണ്ടാണ്. 2 ടൈപ്പ് അഡാപ്റ്റർ മൗണ്ടാണ് പുറത്ത് കവറിൽ കാണിച്ചിരിക്കുന്നത്. ഒരെണ്ണം ചെറുതാണ്, മേ ബി വെർട്ടിക്കലായിട്ട് മൗണ്ട് ചെയ്യാനുള്ളതായിരിക്കാം. പിന്നുള്ളത് ഇത് ലെൻസിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഇത് ഇൻസ്ട്രക്ഷൻസ് ആണ്.
ഓസ്മോ ആക്ഷൻ 4ൻ്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഓക്കെ. DJIയുടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് എടുക്കാം. ഇതിനകത്ത് ഓസ്മോ ആക്ഷൻ 4 എന്ന് എഴുതിയിരിക്കുന്നത്, ഇത് നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. ഇത് കേജാണ്. ആക്ച്വലി കേജ് മാത്രമല്ല, ഇതിനകത്ത് നമ്മളുടെ അഡാപ്റ്റീവ് മൗണ്ട് ഉണ്ട്. ഇത് കേജാണ്, പ്രൊട്ടക്റ്റീവ് കേജാണിത്. ഓക്കെ, ഇതിവിടെ വെച്ചേക്കാം. രണ്ട് വെർട്ടിക്കൽ മൗണ്ട് ഉണ്ട്, അഡാപ്റ്റീവ് മൗണ്ട് ഉണ്ട്. അതൊരെണ്ണം നമ്മൾ ഓൾറെഡി നമ്മളെടുത്ത്. ഓക്കെ, ഇത് രണ്ടെണ്ണം ഉണ്ട്, രണ്ടും സെയിം സൈസ് തന്നെയാണ്. ഇത് കർവ്ഡ് സർഫസിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാവുന്ന രീതിയിൽ ഹെൽമെറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. ഓക്കെ, ഇത് അതിൻ്റെ സ്ക്രൂസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഡിവൈസ് ആക്ഷൻ 4. ഓ, രണ്ട് സൈഡിലും ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇവിടെ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടൊരു ലെൻസ് കവറുണ്ട്. ഇത് ഓക്കെ, ഇത് സ്റ്റിക്കറാണ്, സോറി. അത് നമ്മുടെ FOV 155 എഴുതിയിട്ടുണ്ട്. F length 2.8 ആണ്. പിന്നെ 1.3 ഇഞ്ച് സെൻസർ അത്ര എഴുതിയിട്ടാണ് വെച്ചേക്കാം. ഇവിടെ ആക്ഷൻ 4 എന്ന് എഴുതിയിട്ടുണ്ട്, DJI. അപ്പോൾ ഇതാണ് ഈ ഒരു ഫീച്ചറാണ് നമ്മൾ കണ്ടിട്ടെടുത്തത്. ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാധാരണ ഗോപ്രോയിൽ ഇവിടെ ഒരു മൗണ്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റാണ്, ഇതുപോലെ ഇരിക്കും. ഇതിനകത്തൊരു ക്ലിപ്പുണ്ട്. നമുക്കൊരു സംശയം തോന്നുന്നത് വെച്ചാൽ ഈ ക്ലിപ്പിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളകി വീഴത്തില്ല. ഇവിടുന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം ഇത് റിലീസ് ചെയ്യാൻ. കണ്ടോ, അത്രയും സേഫാണ്. ഓക്കെ, ഈ ഒരൊറ്റ ഫീച്ചർ കൊണ്ടാണ് ഈ സംഭവം നമ്മൾ മേടിച്ചത് തന്നെ. പിന്നെ ഈ ബാറ്ററി ഞാൻ പറഞ്ഞത്. ഇതാണ് ഡിവൈസ്. എന്തെങ്കിലും നമ്മൾ ഡിവൈസ് ഇവിടെ വെക്കാം, ബാക്കി സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ടെണ്ണമായി വന്നേക്കുന്നത്. നമ്മുടെ ഇതിനകത്തുള്ളത് എക്സ്റ്റൻഷൻ റോഡാണ്. ഇതാണ് എക്സ്റ്റൻഷൻ റോഡ്. അത്യാവശ്യം ഒരു റബ്ബർ ഫിനിഷാണ്, അത്യാവശ്യം ഗ്രിപ്പുണ്ട്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല ഗ്രിപ്പുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് 1.3 മീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് DJI ആക്ഷൻ കൂടെ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, മിക്കവാറും ഫ്രെയിം ഔട്ട് ആവും. ഇത്രയും ലെങ്ത് ഉണ്ട്, ആക്ച്വലി ഇത്രയും ലെങ്ത് ഉണ്ട്. 1.3 മീറ്ററാണ്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ഇവിടെ ഇതിൻ്റെ കണക്ടർ ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിലൊക്കെ സെൽഫി വീഡിയോസോ അല്ലെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇത്രയും നീളമേ ഉള്ളൂ. മടക്കി വെക്കുമ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ പോക്കറ്റിൽ ഇട്ടോട്ടായാലും നമുക്ക് പോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ നമുക്ക് ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3 ട്രൈപോഡ്, മിനി ട്രൈപോഡിലൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഇത് സ്റ്റാൻഡിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ആക്സസറീസ്. ഡിവൈസ് ഉണ്ട്, കേസ് ഉണ്ട്, അതിൻ്റെ കണക്റ്റേഴ്സ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, സ്റ്റിക്കർ, ഇൻസ്ട്രക്ഷൻസ്, പിന്നെ എക്സ്റ്റൻഷൻ റോഡ്. ഇതാണ് അഡ്വഞ്ചർ കോംബോയിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഒരു USB കേബിളും കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിനും ഡേറ്റ ട്രാൻസ്ഫറിനും വേണ്ടിയിട്ട് USB-C ടൈപ്പ് കേബിളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ലെൻസ് ഫിൽറ്ററാണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതും കവേർഡാണ്. ഇത് ലെൻസ് ഫിൽറ്ററാണ്. ഓക്കെ, ഇത് കവറിനകത്ത് നമുക്ക് വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇവിടെ DJI എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ബാറ്ററി ഇടാം. മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് തൊട്ട് താഴെയാണ്. നോർമൽ ക്യാമറയിലൊക്കെ ഇതുപോലെ തന്നെയാണ്, ഇങ്ങനെയാണ് സ്ലോട്ട് വരുന്നത് സ്ലൈഡ് ചെയ്തിട്ട്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഈ പറഞ്ഞ പോലെ മൗണ്ടാണ് വരുന്നത്.
അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇത്. കാരണം വെച്ചാൽ നമുക്ക് എവിടെയും ഇപ്പം ഹെൽമെറ്റിലായാലും ഇപ്പം കാറിലായാലും അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹാൻഡ് ഹെൽഡ് ഷോട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് പെട്ടെന്ന് മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് എനിക്ക് അട്രാക്റ്റീവായിട്ട് ഈ അഡ്വഞ്ചർ കോംബോയിൽ തോന്നിയത്. പിന്നെ ഓഫ് കോഴ്സ് ബാറ്ററി ബാക്ക്, എല്ലാവരും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഗോപ്രോയ്ക്ക് മേടിക്കുന്ന ഒരു സംഭവമാണ് ബാറ്ററി കേസ് പ്ലസ് എക്സ്ട്രാ ബാറ്ററീസ്. അതും നമ്മളുടെ ഒരു 8,000 റുപ്പീസ് വ്യത്യാസം വരുന്നുണ്ട് സ്റ്റാൻഡേർഡും അഡ്വഞ്ചർ കോംബോയിലും. അപ്പോൾ 8,000 റുപ്പീസിന് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. ഡിവൈസ് ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ സ്ക്രീനുണ്ട്, ഫ്രണ്ടിലും ടച്ച് സ്ക്രീനുണ്ട്, ബാക്കിലും ടച്ച് സ്ക്രീനുണ്ട്. സൈഡിൽ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റ ട്രാൻസ്ഫറിനും ചാർജിങ്ങിനായിട്ട് നമുക്ക് കേബിൾ കണക്ട് ചെയ്യാൻ ഒരു സി ടൈപ്പ് പോർട്ടലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള റെക്കോർഡ് ബട്ടൺ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൈക്കിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, മൈക്കിൻ്റെ റോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ആയിരിക്കും മൈക്ക് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിവൈസ് വരുന്നത്. ഇതിൻ്റെ കാർഡ് എറർ വന്നതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഞാനൊരു കാർഡൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്, അതിൻ്റെ ഓപ്ഷൻസും ഡിഫറെൻ്റ് വീഡിയോ മോഡ്സും അതിൻ്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പതുക്കെ ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതിൻ്റെ ആക്ഷൻ 4ൻ്റെ വിശേഷങ്ങൾ വരും എപ്പിസോഡിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ബൈ.